നമസ്കാരം. ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി കൊണ്ടുള്ള ദോശയാണ്, ഗോതമ്പ് ദോശ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ 1 കിലോ ആട്ടപ്പൊടിയിൽ നിന്ന് നമ്മൾ ഏകദേശം കുറച്ച് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് വെള്ളം നമ്മളെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. നമുക്ക് വേണ്ട ഉപ്പ് നമ്മൾ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഉപ്പോളം നമ്മൾ ഇടുന്നത്. നമുക്ക് ആവശ്യത്തിനിടാം. അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിക്കാം. നമ്മൾ ആവശ്യത്തിനാണ് വെള്ളം ഒഴിക്കുന്നത്. കലക്കി ആവശ്യത്തിന് നമുക്ക് കലക്കാം. കാരണം നമ്മളിപ്പോൾ ഒരു കൈ കൊണ്ട് ക്യാമറ പിടിക്കുന്നതുകൊണ്ട് നമുക്ക് അധികം എല്ലാം കാണിക്കാൻ അങ്ങോട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കലക്കി കഴിഞ്ഞിട്ട് നമ്മൾ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ എന്തായാലും ഗോതമ്പ് പൊടി കലക്കി കഴിഞ്ഞു. ഏകദേശം ഈ പരുവത്തിൽ, ഇതിനേക്കാൾ ഇത്തിരി കൂടി ലൂസാക്കാൻ നമുക്ക് വേണമെങ്കിൽ, പക്ഷെ ഞാൻ ഈ പരുവത്തിലാണ് കലക്കിയേക്കണേ. ഈ പരുവത്തിൽ നമുക്ക് കലക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ദോശക്കല്ലിൽ ഇട്ട് ചുട്ടെടുത്ത് നമുക്ക് കഴിക്കണേ എന്ന് നോക്കാം. നല്ലൊരു ഗോതമ്പ് ദോശയായിട്ടാണ് നമ്മൾ ഉണ്ടാക്കണേ. എന്തായാലും എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം നമ്മുടെ വീടുകളിലൊക്കെ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പൊടി സൂപ്പർ ഗോതമ്പൊടിയാണ്. നല്ലൊരു ഗോതമ്പൊടിയാണ്. നമ്മൾ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് അടുത്ത ഇതിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ദോശ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ, കാരണം അതിൽ ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ അങ്ങനെ ആയത്. നമുക്ക് അത് ഒഴിച്ച് കഴിഞ്ഞിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് മാവ് ഒഴിക്കാം. മാവ് നമുക്ക് ഒഴിക്കാം. ആവശ്യത്തിന് മാവ് നമുക്ക് ദോശക്കല്ലിലേക്ക് ഒഴിക്കാം. നമ്മളൊരു 2-3 തവി മാവ് ഒഴിക്കുന്നുണ്ട്. നമുക്കൊന്ന് പരത്താം. നമുക്കിപ്പോൾ വെള്ളം കുറഞ്ഞ് പോയെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി വെള്ളം ഒഴിക്കാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് നന്നായിട്ട് പരത്താം അത്. കാരണം എന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കത് ചട്ടവും കൊണ്ട് എടുക്കാം. മറിച്ചും തിരിച്ചും ഇട്ടെടുക്കാം. നമുക്ക് ഇത് വെളിച്ചെണ്ണ അതിലേക്ക് നമുക്ക് ചൂളാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, കാരണം നമുക്ക് സൗണ്ട് എല്ലാവർക്കും കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. നമുക്കിവിടെ നല്ല മഴയാണ്. തൃശ്ശൂർ ജില്ലയിലൊക്കെ നല്ല മഴയാണ്, സൂപ്പർ മഴയാണ്. 3-4 ദിവസമായി അടുപ്പിച്ച് മഴ എന്തായാലും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഇത് മറിച്ചിടാം. നമുക്ക് ഒരു വശം വെന്തിട്ടുണ്ട് ഏകദേശമൊക്കെ, നമുക്ക് മറിച്ചിടാം അത്. ഇനി നമ്മളത് മറിച്ചിട്ടു. ഇനി അത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് പാത്രത്തിലേക്ക് ഇടാം. ഇങ്ങനെ എല്ലാ ദോശയും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതുപോലെ എല്ലാ ദോശയും നമുക്ക് ഉണ്ടാക്കാം നല്ല രീതിയിൽ. നമുക്കിതിനെയും മറിച്ചിടാം. നമുക്ക് ഇതുപോലെ നമുക്ക് എല്ലാ ദോശയും നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് ഈ പ്ലേറ്റിലേക്ക് നമുക്ക് ഇടാം ദോശ. ഇതുപോലെ നമുക്ക് എല്ലാ ദോശയും പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് നമുക്ക് ചമ്മന്തി, അതായത് ഉള്ളിച്ചമ്മന്തി കൂട്ടി നമുക്ക് കഴിക്കാം. എന്തായാലും നമുക്ക് ഇങ്ങനെ എല്ലാ ഗോതമ്പ് ദോശയും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. എന്തായാലും നമുക്ക് ഉള്ളിച്ചമ്മന്തി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഉള്ളിച്ചമ്മന്തി കൂട്ടി ഇത് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട്. നല്ല ടേസ്റ്റുള്ള ഗോതമ്പ് ദോശയാണ്. അപ്പോൾ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും ഒന്ന് കാണണം. പിന്നെ കടകളിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ദോശ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനേക്കാളിലും നല്ല ടേസ്റ്റ് ഉള്ളതാണ് നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ഈ ഗോതമ്പ് ദോശ. അപ്പോൾ നമ്മൾ ഇതുണ്ടാക്കുക. പിന്നെ അതുപോലെ തന്നെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടി നിങ്ങളെല്ലാവരും കളയാതെ ഇങ്ങനെ
നല്ല ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിന്. എന്തായാലും ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി എത്തുന്നവരെ നന്ദി, നമസ്കാരം.